ഷോബിന്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള കുറെ പേരുടെ പാട്ടുകൾ നമ്മൾ കണ്ടറിഞ്ഞു. ഉദാഹരണത്തിന് പച്ചമാങ്ങ പച്ചമാങ്ങ പോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ പല്ലവിയും അനുപല്ലവിയും ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. കാരണം അതിന് ഒരു കഥാഗതിയോ ഒന്നുമില്ലാതെയുള്ള ചില ലൈനുകൾ. അത് ഷോബിന്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്? ഇപ്പോൾ ആത്മസത്യമുള്ള ഗാനങ്ങളുണ്ട്, ഗൗരവമില്ലാതെ പോയ ഗാനങ്ങളും. അത് പ്രേക്ഷകരുടെ ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ആ എഴുത്തുണ്ടായത്, അതല്ലെങ്കിൽ അത്തരത്തിലൊരു പടച്ച സൃഷ്ടി ജനങ്ങൾ അടിച്ചേൽപ്പിക്കുകയായിരുന്നു? തീർച്ചയായിട്ടും ഈ ഗാനങ്ങൾ എഴുതിയ ആളുകൾ തന്നെ ഇപ്പോൾ ഈ ഇപ്പോഴത്തെ തലമുറയിൽ നോക്കുകയാണെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരി സാറ്, കൈതപ്പുറം സാറ്, ഇവരൊക്കെ തന്നെ ഇവരുടെ തൂലിക നിന്ന നല്ല ഗാനങ്ങൾ, പിന്നെ എത്രയോ നല്ല ഗാനങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇത്തരം ഈ പറഞ്ഞ അതിൻ്റെ പ്രവർത്തകർ ഒരുപക്ഷെ സംവിധായകനും പ്രൊഡ്യൂസറൊക്കെ ആവശ്യപ്പെടുന്നത് കൊണ്ട് ചിലപ്പോൾ ആ ഒരു നിർബന്ധം കൊണ്ട് ഇത്തരം ഗാനങ്ങളും ജനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാനങ്ങനെ പറയാം. അപ്പോൾ അത്തരം അതൊക്കെ ഒരുപക്ഷെ കുറച്ച് നാൾ അല്ലെങ്കിൽ അല്പപ്രാണനുള്ള ഗാനങ്ങളായിരിക്കാം. പക്ഷേ അതേപോലെ തന്നെ ആ തൂലികയിൽ നിന്ന് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ ഒരുപാട് കാലം ഇപ്പോൾ നമ്മൾ അന്നും ഇന്നും കേൾക്കുന്ന ഈ പറഞ്ഞ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ ആദ്യ വർക്കാണ് ജോണി വാക്കർ, 91 തോന്നണം അതിൻ്റെ കാലഘട്ടം. ആ ഗാനങ്ങൾ നമ്മൾ ഇന്നും കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ കൈതപ്പുറം സാറിൻ്റെ എന്നെന്നും കണ്ണേട്ടൻ്റെ അത് ആ ഗാനങ്ങളും അതിനുശേഷം ഉണ്ടായ ഒരുപാട് നല്ല ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ തൂലിക്ക് നിന്നുണ്ടായിട്ടുണ്ട്. പറഞ്ഞ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ ആണെങ്കിലും അത് ഒരുപക്ഷെ ഈ പറഞ്ഞ ഇന്നത്തെ ഒരു ട്രെൻഡിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ എങ്ങനെയുള്ള ഗാനങ്ങൾ ഉണ്ടാവുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല ഷോബിൻ. ഇപ്പം 4 ലൈൻ പല്ലവി എന്ന് പറഞ്ഞാൽ അതിൻ്റെ 4 ലൈനിലും ഒരു സിനിമയുടെ ദൃശ്യാവിഷ്കാരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം സ്പർശിക്കുന്ന രീതിയിലാണ് വരാറ്. ഇത് കഴിഞ്ഞ് ഇപ്പൊ കുറച്ചു കാലമായിട്ടാകാം പാട്ട് ഒറ്റ വരി കൊണ്ട് 4 ഈ പല്ലവി എന്നുള്ള 4 ഘട്ടം തീർത്തിരിക്കുകയാണ്. ഡൈലാമോ ഡൈലാമോ ഡൈലാ ഡൈലാ ഡൈലാമോ 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 4 ലൈൻ ഈ ട്യൂണിലൂടെ തീർത്തുകൊണ്ടുള്ള പാട്ട് തുള്ളിച്ചാടാനായിട്ടുള്ള സമൂഹം നമ്മുടെ നാട്ടില് വളർന്നുപോയി. അവിടെയാണ് ഷോബിനോടുള്ള എനിക്കുള്ള ഒരു സ്നേഹവും കാര്യങ്ങളും. കാരണം താങ്കളുടെ ആ ദൂരെ ദൂരെ 101 ചോദ്യങ്ങളിലേക്ക് വരികയാണ് ആ ഫിലിമിലേക്ക്. ദൂരെ ദൂരെ തീരം തേടി നീളെ പോകും ഒരു വാനമ്പാടിയെ പോലെ. ദൂരെ 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 തീരം തേടി നീളെ പോകും ഒരു വാനമ്പാടിയെ പോലെ. ചിന്തകൾ തൻ ചിറകേന്തി മനമേ പല പല ചോദ്യം തേടി അകലെ യാത്ര പോവുക നീ. ചിന്തകൾ തൻ ചിറകേന്തി മനമേ പല പല ചോദ്യം തേടി അകലെ യാത്ര പോവുക നീ. ദൂരെ 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 തീരം തേടി നീളെ പോകും ഒരു വാനമ്പാടിയെ പോലെ. പകൽ വിളക്കിൻ വിളക്കിൻ തിരി താഴ്ന്നിന്നാൽ നാളെ വീണ്ടും കിഴക്കു തെളിയുന്നു. എള്ളോളം പോന്നൊരു വിത്തിൽ നിന്നും വൻമരമൊരു നാൾ മുളച്ചിടുന്നു. എന്തുകൊണ്ടെന്തുകൊണ്ടെന്തുകൊണ്ടെന്നൊരു ചോദ്യ
തേൻ നുകർന്നു. ദൂരെ 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 തീരം തേടി നീളെ പോകും ഒരു വാനമ്പാടിയെ പോലെ. വിരിഞ്ഞ മലരും നാടുകൾ ചെന്നാൽ ഒഴിഞ്ഞീ മണ്ണിൽ പതിഞ്ഞലിയുന്നു. നീർക്കുമിളയിൽ തെളിയും ചിത്രം വെറുമൊരു കാഴ്ചയായി മായുന്നു. എന്തുകൊണ്ടെന്നൊരു ചോദ്യവുമായി മനമുണർന്നു. അറിവിൻ മലർത്തേൻ നുകർന്നു. ദൂരെ 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 തീരം തേടി നീളെ പോകും ഒരു വാനമ്പാടിയെ പോലെ. ചിന്തകൾ തൻ ചിറകേന്തി മനമേ പല പല ചോദ്യം തേടി അകലെ യാത്ര പോവുക നീ. അപ്പൊ അതിലുള്ള ശ്രദ്ധേയമായ ആ പാട്ട് അത് ഒരു എങ്ങനെയായാലും ഒരു രംഗ ക്രമീകരണങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനമായിട്ട് തന്നെയായിരിക്കും ശോഭിന് ആ വരി കുറിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അനുയോജ്യമായൊരു ട്യൂണും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അർജുന മാസ്റ്റർ അല്ലേ? ഇനി ആ പടത്തിന്റെ ക്ഷണവും കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് പ്രേക്ഷകരൊന്ന് അറിയിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ആദ്യം തന്നെ 2 ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയ 101 ചോദ്യങ്ങൾ എന്ന ചിത്രത്തിലെ ദൂരെ ദൂരെ എന്ന് തുടങ്ങുന്ന ഗാനം അത് ശ്രദ്ധിക്കപ്പെട്ടതിൻ്റെ, അത് സ്വീകരിക്കപ്പെട്ടതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അതിൻ്റെ സംഗീതം തന്നെയാണ്. അത് അതിൻ്റെ അതെ അർജുന മാഷ് MK അർജുന മാഷിൻ്റെ ആ ഒരു പ്രതിഭാ വൈഭവം തന്നെയാണ് അത് പ്രധാന കാരണം. നമുക്കറിയാം മാഷിൻ്റെ ഗാനങ്ങൾ, എത്രയോ ഗാനങ്ങൾ നമ്മൾ ഇന്നും ഇപ്പോൾ ഓണം വന്നാൽ തന്നെ നമ്മൾ തിരുവോണ പുലരിതൻ തിരുമുൽ കാഴ്ച കാണാം. അത് കേൾക്കാത്ത മലയാളികളില്ല. അത് ഈ റേഡിയോയിലൂടെയും ചാനലിലൂടെയാണെങ്കിൽ നമ്മൾ ഇന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സഹോദരന്മാരുടെ പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ 1000 കാതം അകലെയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽക്കും. അത് കേൾക്കാത്ത അതെ തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു വിരഹ വിരഹ ഗാനമാണെങ്കിൽ പാടാത്ത വീണയും പാടും. അതുപോലെ തന്നെ പ്രണയത്തിന്റെ ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ കഥനം നിറഞ്ഞൊരു കഥ പറയാം. ഭാസ്കര മാഷിന്റെ അർജുന മാഷിന്റെ ആദ്യ ചിത്രമാണ്. 1968 കറുത്ത പൗർണമി എന്ന ചിത്രത്തിലെ ഗാനമാണ്. ആദ്യ ആ സിനിമയിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോഴത്തെ തലമുറ വരെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇപ്പോൾ 90-ന് ശേഷം ഉണ്ടായ ഗാനങ്ങളിൽ ഇപ്പോൾ നമ്മുടെ കാണാനഴകുള്ള മാണിക്യക്കുയില്, എത്രയോ ഗാനങ്ങൾ നമ്മളിപ്പോൾ ചന്ദ്രഗ്രഹണത്തിൻ ചന്ദനമുണ്ണും ചകോര യുവ മിഥുനങ്ങൾ, അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര. ഇപ്പം എനിക്ക് പെട്ടെന്ന് നമ്മുടെ ഇന്നും നമ്മുടെ പറഞ്ഞ അടിച്ചുപൊളി അല്ലെങ്കിൽ ഇന്നത്തെ ആളുകൾ പറയുന്ന പോലെയല്ലേ ആ ഗാനങ്ങളിൽ ഇപ്പം ഇന്ന് ഏത് അടിച്ചുപൊളി പാട്ടെടുത്താലും അതിന് 1ാം സ്ഥാനം ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു ഞാൻ നടത്തും. ആ ഗാനത്തെ വെല്ലാനുള്ള ഒരു അടിച്ചുപൊളി പാട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതെ തീർച്ചയായിട്ടും. അതെ തീർച്ചയായിട്ടും മുമ്പ് പറഞ്ഞ പോലെ തന്നെ ട്രെൻഡിന്റെ അനുസരിച്ചിട്ട് തന്നെ. പക്ഷെ ആ ട്രെൻഡ് ഉണ്ടാകുമ്പോഴും അത്തരം ഗാനങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ആത്മാവ് നിലനിർത്തും. അതുകൊണ്ടാണ് കാലത്തെ അതിജീവിക്കാൻ സാധിക്കുന്നത്. കാലത്തിന് നമ്മൾ സമൂഹത്തിന് എന്തെങ്കിലും ധർമ്മം നൽകുന്ന കാര്യങ്ങളെ, കൃതികളായിക്കോട്ടെ അല്ലെങ്കിൽ സംഗീതമായിക്കോട്ടെ, ഏത് മേഖലയായിക്കോട്ടെ, കാലത്തിന് സമൂഹത്തിന് ധർമ്മം നൽകുന്ന കാര്യങ്ങളെ നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് കാലഹരണപ്പെടും. ഇന്നും ആ കാലത്തെ അതിജീവിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തോ ഒരു മെസ്സേജ് അല്ലെങ്കിൽ എന്തോ ഒരു മാധുര്യം, എന്തോ ഒരു എന്തൊക്കെയോ അതിൽ അതെ
ഉൾക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ക്ഷണം എങ്ങനെയാണ് വന്നത്? ഇപ്പൊ ഈ ഫിലിമിൻ്റെതായിട്ടുള്ള ക്ഷണം എങ്ങനെയാണ്? അത് എൻ്റെ പ്രിയ സുഹൃത്തും സിനിമ പ്രവർത്തനങ്ങളിൽ വളരെ ശ്രദ്ധേയനായ അഭിനയം പോലെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ എൻ്റെ സിദ്ധാർത്ഥ് ശിവ ആണ് എന്നെ അതിലേക്ക് ക്ഷണിക്കുന്നത്. അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ഈ സംവിധാന മേഖലയിലുള്ള ആദ്യ സംരംഭമാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും സംവിധായകനാണ് കവിയൂർ ശിവപ്രസാദ് സാറ്. അപ്പോൾ സിദ്ധാർത്ഥ് എൻ്റെ സീനിയറായിട്ട് പഠിക്കുന്ന ആളാണ്. അത് ഞാനിപ്പോൾ കോട്ടയം MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ മലയാള സാഹിത്യത്തിൽ MPhil ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ MA അവിടെ തന്നെയാണ് ചെയ്തത്, MA മലയാളം. അപ്പോൾ എൻ്റെ തൊട്ട് സീനിയറായിരുന്നു സിദ്ധാർത്ഥ് ശിവ. അദ്ദേഹത്തിൻ്റെ ക്ഷണമാണ്. അതെ. അപ്പോൾ എന്നോട് ഞങ്ങൾ ഒരുപാട് ദിവസങ്ങൾ ഒരുപാട് സമയങ്ങൾ ഞങ്ങൾ സിനിമയെക്കുറിച്ചും ഗാനങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ നിലവിലുണ്ട്. ഞങ്ങളൊരു ഗ്യാങ് തന്നെ ഉണ്ടാവും സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്ന. അതുമാത്രമല്ല, ഇതിൽ എത്ര ഗാനങ്ങളുണ്ടായിരുന്നു? 101 ചോദ്യങ്ങളിൽ ഇതിൽ ഒരു ഗാനമേ ഉള്ളൂ. സിനിമയിൽ തന്നെ ഒരു ഗാനമേ ഉള്ളൂ. അത് നമ്മുടെ മഹാപ്രതിഭ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ചിത്രം. ഞാൻ കാണുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഒരുപാട് പേര് ഇത് കണ്ടിട്ടുണ്ട്. അതല്ലേ ശോഭനെ കുറിച്ചുള്ളൊരു കൊച്ചിയുടെ ഭാഗമായിട്ടുള്ളൊരു അഭിനന്ദന പോസ്റ്ററുകളൊക്കെ വന്നപ്പോഴേക്കും തീർച്ചയായിട്ടും പ്രേക്ഷകർ ഇത് കണ്ടു. അതെ. അതിന് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, എൻ്റെ ചെറുപ്പം മുതലുള്ള സുഹൃത്തുക്കളുണ്ട്. എനിക്ക് 5-6 പേര് എൻ്റെ പ്രിയ സുഹൃത്തുക്കളുണ്ട്. അവരുടെ പേര് ഞാൻ എടുത്ത് പറയുകയാണ്. അതിലെനിക്ക് ഏറ്റവും എൻ്റെ പ്രിയങ്കരനായ സുഹൃത്താണ് ട്രിൻസൺ. ചേട്ടൻ്റെ അയൽവാസിയാണ് ട്രിൻസൺ. അതേപോലെ തന്നെ നിമിൻ ബോസ്, അവന് കുട്ടാപ്പി എന്ന പേരാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ വിജിൻ, അതേപോലെ തന്നെ അജിത്ത്, അതേപോലെ തന്നെ ജയചന്ദ്രൻ, വിനീഷ്, ഇങ്ങനെയുള്ള എൻ്റെ 5-6 അടങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇന്നും എന്നെ ഒരുപാട് പ്രോത്സാഹനം. തീർച്ചയായിട്ടും അവർ എല്ലാ ഭാഗത്തും എന്നെ കുറിച്ചുള്ള സിനിമയെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളെ കാണിച്ചുകൊണ്ട് ഫ്ലെക്സുകൾ വെച്ചിരുന്നു. ഇന്ന് രാവിലെ എൻ്റെ വീട്ടില് നമ്മുടെ ഇടക്കൊച്ചിയിലുള്ള ജനമൈത്രിയുടെ പ്രവർത്തകർ വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സ്വീകരണം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഷോബിന്റെ ഇന്ന് അഭിമുഖമാണ് കൊച്ചിൻ ചാനലിൽ. അപ്പൊ ഞങ്ങള് സ്വീകരിച്ചു, ചേട്ടാ ഒരു ആദരവില്ല നൽകിയെന്ന് പറഞ്ഞു. എന്നോട് നേരത്തെ ഇങ്ങനെ ഇത് കാര്യം പറഞ്ഞിരുന്നു, ഓണത്തിന് ഒരു പരിപാടി ഉണ്ട്, ചേട്ടൻ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. ജനമൈത്രി എന്ന് പറഞ്ഞൊരു സംഘടന എന്നെ കഴിഞ്ഞ മാസം എനിക്കൊരു സ്വീകരണം തന്നിരുന്നു കുമ്പളം ഫെറി വെച്ചിട്ട്. നമ്മുടെ ലൈജു എന്ന് പറഞ്ഞ ചേട്ടനാണ്. ലൈജുവിന്റെ നാനാഭാഗത്ത് ഇങ്ങനെ സ്വീകരണങ്ങളൊക്കെ നടക്കുകയാണ്. തീർച്ചയായിട്ടും. അല്ലാതെ കൊച്ചിയുടെ ഒരു സന്തോഷമാണ് അത്. കാരണം അവർക്ക് ഏറ്റവും ഉയർത്തി കാണിക്കാനായിട്ടുള്ള ഒരു പ്രതിഭയാണ്. ഇപ്പൊ സംഗീത രംഗത്ത് നമുക്ക് പറയാനായിട്ടുള്ള ഒരാള് അർജുന മാസ്റ്റർ കിടക്കുക. കവിതാ രംഗത്ത് നമുക്ക് പറയാൻ എന്റെ ഓർമ്മയിൽ ഒരു ശശികലാ മേനോൻ ഉണ്ടായിരുന്നു, പണ്ട് പള്ളുരുത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കും കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, എറണാകുളം ലൊക്കേഷൻ എവിടെയാണ് താമസം തോന്നുന്നത്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ പിന്നെ ഫിലിം രംഗത്തൊക്കെ അങ്ങനെ ഉയർന്ന ഒരു അംഗങ്ങളെ നടന്മാരോ നടികളോ അങ്ങനെയൊക്കെ പറയാനായിട്ട് ചെറിയ ചെറിയ വേഷങ്ങൾ കളിച്ചു പോകുന്നല്ലാതെ വേറെ ആരും നമുക്ക് അങ്ങനെ പറയാൻ കിട്ടിയിട്ടില്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ അതല്ല, അതിന്റെ ഒരു തനത് ഭാവം ഉൾക്കൊള്ളുന്നതാണ് ഈ ഗാനരചനയും ഈ സംഗീതവും അതിന്റെ സംവിധാനവും അഭിനേതാവ് എന്ന് പറഞ്ഞാൽ തന്നെ. അപ്പൊ അക്കാര്യത്തില് ശോഭിന് ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് വേണ്ട 101 ചോദ്യങ്ങൾ അർജുന മാഷുമായിട്ടുള്ള ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടുന്ന യൂട്യൂബിലും മറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നമുക്ക് പ്രേക്ഷകരെ കാണിക്കാമല്ലോ. തീർച്ചയായിട്ടും. എനിക്ക് ഇപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എനിക്ക് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു എന്നെ യോഗ്യനാക്കി തീർത്തത് മഹാപ്രതിഭയായിട്ടുള്ള MK അർജുന മാസ്റ്ററാണ്. മാഷിന്റെ ഒരു വാത്സല്യവും മാഷിന്റെ ഒരു സ്നേഹവും മാഷ് മുഖാന്തരമാണ് എനിക്ക് ഒരുപാട് അവസരങ്ങൾ, ഈ മുൻപ് പറഞ്ഞ ആൽബങ്ങളാണെങ്കിലും ഇപ്പോൾ സിനിമയിലാണെങ്കിലും മാഷിൻ്റെ ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹമാണ് എനിക്ക് എൻ്റെ ഒരു ഗുരുസ്ഥാനത്തും അല്ലെങ്കിൽ ഈശ്വര സ്ഥാനത്തും എന്നൊക്കെ പറയാം, എനിക്ക് അദ്ദേഹത്തെ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു ഞങ്ങൾ ഈ പാട്ടിൻ്റെ കമ്പോസിങ് സമയത്ത് അമൃത ചാനൽ ഇതിൻ്റെ ഈ കമ്പോസിങ് വേള ചിത്രീകരിച്ചിരുന്നു. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ആയിക്കോട്ടെ. അദ്ദേഹത്തിൻ്റെ ഈ പടവുമായി ബന്ധപ്പെട്ട റെക്കോർഡിംഗ് അത് അർജുന മാസ്റ്ററും ശോഭിനും എല്ലാം ഇരിക്കുന്ന ഒരു ഭാഗം നമുക്ക് അത് അമൃത ചാനലിൽ അന്നത്തെ എല്ലാ ന്യൂസിലും കാണിച്ചിരുന്നു. നമുക്കതൊന്ന് കാണാം. ആൽബങ്ങളിലൂടെയും ഭക്തിഗാനങ്ങളിലൂടെയുമാണ് ഷോബിൻ കണ്ടങ്ങാട്ട് എന്ന പാട്ടെഴുത്തുകാരന്റെ പേര് പുതുതലമുറ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ബിരുദ പഠനത്തിനിടയിൽ മങ്ങിപ്പോയ കാഴ്ച മടങ്ങിയെത്തുന്നതിനൊപ്പം ഷോബിനെ തേടി പുതിയ അവസരങ്ങളും എത്തുന്നു. മലയാളത്തിന്റെ മുതിർന്ന സംഗീതജ്ഞനായ MK അർജുനൻ മാസ്റ്ററുമായി ഏതാനും ഭക്തിഗാന ആൽബങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിച്ചതാണ് MG സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ മലയാളം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായ ഷോബിനെ പാട്ടെഴുത്തിന്റെ പുതിയ ലോകത്ത് എത്തിച്ചത്.
MK അർജുനൻ മാസ്റ്റർ ഒരിക്കൽ കൂടി സംഗീത സംവിധാനം ചെയ്യുന്ന 101 ചോദ്യങ്ങൾ എന്ന ചലച്ചിത്രത്തിന് വേണ്ടി ഗാനം എഴുതിയിരിക്കുന്നത് ഷോബിനാണ്. ചലച്ചിത്രത്തിൽ P. ജയചന്ദ്രൻ ആലപിച്ചിരിക്കുന്ന ദൂരെ ദൂരെ തീരം തേടി നീളെ പോകും ഒരു വാനമ്പാടിയെ പോലെ എന്ന ഗാനം ശ്രദ്ധിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഷോബിൻ. MK അർജുനൻ മാസ്റ്റർ അതുപോലെ തന്നെ